Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി UG-PG ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് ആണ് നമുക്ക് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സാമിൽ പാസ് ആകണമെങ്കിൽ അല്ലെങ്കിൽ ഹൈ സ്കോറിലോട്ട് പോകണമെങ്കിൽ എങ്ങനെ പ്രസന്റ് ചെയ്യണം, വലിച്ചു വാരി എഴുതേണ്ട ആവശ്യമുണ്ടോ, പല ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ പ്രകാരം ഹൈ മാർക്സിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് കയ്യിൽ നിന്നിട്ട് എഴുതാറുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ഭാരതീയ യൂണിവേഴ്സിറ്റി ഇഗ്നുവിൻ്റെ പേപ്പർ ആണെങ്കിലും നമുക്ക് വരുന്ന പാറ്റേൺ എന്ന് പറയുന്നത് 8 ചോദ്യങ്ങൾ അവർക്ക് അവരുടെ യൂണിവേഴ്സിറ്റിയിൽ നൽകുന്നു. അതിൽ 5 എണ്ണത്തിന് ആൻസർ ചെയ്യുക, ഒരു ചോദ്യത്തിന് 20 മാർക്ക്. അങ്ങനത്തെ പാറ്റേൺ ആണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ അല്ലേ പലരും എഴുതി വന്നിട്ടുള്ളത്, എസ്പെഷ്യലി ഭാരതീയരൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾ. അപ്പോൾ അവിടെ വലിച്ചു വാരി ഒരുപാട് എഴുതി വെക്കാറുണ്ട്. സോ അങ്ങനെ എഴുതേണ്ട ആവശ്യമുണ്ടോ, ഏത് രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ആണ് ഇവിടെ വേണ്ട ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ മാർക്സ് സ്കോർ ചെയ്യാൻ? ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA MCom ഈ 3 കോഴ്സസിനും ഓൺലൈനായിട്ട് കോച്ചിങ്ങും അഡ്മിഷനും അസൈൻമെന്റ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം, നമുക്കൊരു കറക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പ്രസന്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമാണ് വരുന്നത്. നിങ്ങൾ ഇതിനേക്കാൾ മുമ്പ് ഇപ്പോൾ ഭാരതീയറാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ മറ്റ് പല യൂണിവേഴ്സിറ്റീസിൽ പുറമേയുള്ള യൂണിവേഴ്സിറ്റീസിലൊക്കെ ആണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ ആ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് വലിച്ചു വാരി എഴുതി വെക്കേണ്ട ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം. ബിക്കോസ് അവിടെ 8 ചോദ്യങ്ങൾ 5 എണ്ണം, ചിലർ പറയാറുണ്ട് എന്ത് എഴുതിയാലും സിനിമാ കഥ എഴുതിയാലും മാർക്ക് കിട്ടും. ആ ഒരു പരിപാടിയല്ല ഇവിടെ. ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഡിഗ്രിയുടെ കേസിലോട്ട് പോവുകയാണെങ്കിൽ 4 പാർട്ടുകളായിട്ട് അവിടെ ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് പാർട്ട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് 1 മാർക്ക്, ദെൻ 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ 8 എണ്ണം നൽകുന്നു. ദെൻ പിന്നെ 5 മാർക്സിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകണു. അപ്പോൾ അവിടെ 8 ചോദ്യങ്ങൾ, അതിൽ 6 എണ്ണം എഴുതണം. പിന്നെ essay 4 എണ്ണത്തിൽ 2 എണ്ണം എഴുതണം. അപ്പോൾ കറക്റ്റ് പാറ്റേൺ നമുക്കുണ്ട്. ആ പാറ്റേണിൽ പറഞ്ഞ ചോദ്യങ്ങൾ അതുപോലെ മാത്രമേ പ്രസന്റ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ 2 മാർക്കിന്റെ ചോദ്യത്തിന് നമ്മൾ മാക്സിമം 3 സെന്റൻസ് എഴുതേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ എഴുതി പ്രസന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് 3 മണിക്കൂർ കൊണ്ട് എല്ലാ ചോദ്യങ്ങളും ആൻസർ ചെയ്ത് നമ്മുടെ എക്സാം ഫിനിഷ് ചെയ്യാൻ സാധിക്കുള്ളൂ. ടൈം മാനേജ്മെന്റ് പോസിബിൾ ആവുള്ളൂ. മനസ്സിലാവുണ്ടോ? ഇപ്പോൾ 2 മാർക്സിന് 8 ചോദ്യങ്ങളിൽ 6 എണ്ണം എഴുതണം. അപ്പോൾ 6 എണ്ണം നമ്മൾ 3 സെന്റൻസ് വീതം എഴുതിയാൽ മാത്രമേ അതിന് ശേഷമുള്ള നെക്സ്റ്റ് പാർട്ടിൽ 8 ചോദ്യങ്ങളിൽ 6 എണ്ണം 5 മാർക്കിന്റെ എഴുതി ഫിനിഷ് ചെയ്യാനും പിന്നെ എസ്സേയും ഫിനിഷ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു 2 മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് 3 സെന്റൻസ് മാക്സിമം. അതുപോലെ തന്നെ 5 മാർക്കിന്റെ ചോദ്യങ്ങൾക്കാണെങ്കിൽ അവിടെ പല ചോദ്യങ്ങളുടെയും സ്കോപ്പ് അനുസരിച്ചിട്ട് അവരുള്ളൂ. പോയിന്റ് വൈസ് ആണെങ്കിൽ മാക്സിമം ഒരു 6 പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രസന്റേഷൻ മാത്രമേ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 5 മാർക്കിൻ്റെ ഒരു ചോദ്യം ലഭിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യമാണെന്ന് വിചാരിക്കുക എങ്കിൽ അവിടെ അതിന് 5 പോയിന്റോ 6 പോയിന്റോ മാക്സിമം എഴുതിയാൽ മതി. അതുപോലെ തന്നെ ഇപ്പോൾ എക്സ്പ്ലനേഷനുള്ള വല്ല ചോദ്യങ്ങളാണെങ്കിൽ അവിടെ 5 മാർക്കാണെങ്കിൽ 6 പോയിന്റ് മാക്സിമം 7 പോയിന്റ്, അതിൽ കൂടുതൽ എഴുതരുത്. അവരൊരു പാരഗ്രാഫിനെ പറയുന്നുള്ളൂ. അവിടെ ഈ പറയുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. 5 മാർക്സ് ആയതുകൊണ്ട് തന്നെ 5 പോയിന്റ് അവിടെ കാണണം, മിനിമം 5. അപ്പോൾ നമുക്ക് എന്താണ് മാർക്ക് കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 6 7 പോയിന്റ് വേണമെങ്കിൽ മാക്സിമം എടുക്കാം. അതിൽ കൂടുതൽ അതിൻ്റെ ആവശ്യമില്ല. വലിച്ചു വാരിയിട്ട് എഴുതേണ്ട. ഇവിടെ പോയിന്റിനാണ് ഇമ്പോർട്ടൻസ്. അത് പ്രോപ്പറായിട്ട് നമുക്ക് 5 മാർക്സ് ആണെങ്കിൽ അതനുസരിച്ചുള്ള എക്സ്പ്ലനേഷൻ, ആ ചോദ്യത്തിൻ്റെ സ്കോപ്പ് അനുസരിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യങ്ങളാണെങ്കിൽ നിർബന്ധമായും ഫോമാറ്റ് വരച്ച് ആ രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുക.
ഇപ്പൊ മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും നമ്മളെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഒരു 5 മാർക്കിന്റെ ചോദ്യത്തിൽ ചോദിച്ചാൽ 6 പോയിന്റ് നിങ്ങൾ പ്രസന്റ് ചെയ്താൽ മതി, വരച്ച് ഫുൾ മാർക്സ് ലഭിക്കും. എസ് എ ആണെങ്കിൽ ഡിഗ്രിക്ക് ആണെങ്കിൽ 10 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പോൾ എസ് എക്ക് ഒരു ഇൻട്രൊഡക്ഷൻ നിർബന്ധമായും കൊടുത്തിരിക്കണം. ആ എസ് എ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, നിങ്ങൾ ഫോമാറ്റ് ഫോളോ ചെയ്യുക. എസ് എയുടെ അസൈൻമെന്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ, ആ രീതിയിൽ. അപ്പോൾ ഒരു 10 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുമ്പോൾ 2.5 പേജ്, അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആ ടോപ്പിക്കിന്റെ സ്കോപ്പ് അനുസരിച്ചുള്ള പ്രസന്റേഷൻ അതാണ് വേണ്ടേ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഹെൻറി ഫയോളിന്റെ എസ്ഐക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു ഇൻട്രോ കൊടുക്കുന്നു, പിന്നെ ഈ 14 പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യണം, കൺക്ലൂഡ് ചെയ്യണം. അതിപ്പോ FW ടൈലറിന്റെ ഇതാണെങ്കിലും, അതല്ലെങ്കിൽ ഇപ്പോൾ പ്ലാനിങ് എന്താണ്, എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് പ്ലാൻ, എസ്ഐ ചോദിച്ചു, ഇൻട്രോ കൊടുക്കുക, പ്ലാനിങ്ങിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു, അതിനുശേഷം എസെൻഷ്യൽസ്, ഈ പോയിന്റ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യുക, കൺക്ലൂഡ് ചെയ്യുക. അതെത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് ഉള്ളിലുള്ള പോയിന്റ് എഴുതുക, അതിന് വേണ്ട എക്സ്പ്ലനേഷൻസ് മാത്രം നൽകുക. വലിച്ചു വാരിയിട്ടല്ല എഴുതണ്ടേ, അവര് പറഞ്ഞിട്ടുള്ളത് മാത്രം പ്രസന്റ് ചെയ്താൽ മതി. മനസ്സിലാവുണ്ടോ? ഇനി PGയുടെ കേസിലോട്ട് പോവാണെങ്കിൽ അവരുടെ പാറ്റേൺ എന്താ, 2 മാർക്സ്, 5 മാർക്സ്, എസ്ഐ 15 മാർക്ക്. അവിടെ 2 മാർക്സിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 സെന്റൻസ് തന്നെയാണ് അവിടെയും വേണ്ടോ. 5 മാർക്കിനാണെങ്കിലും ആ രീതിയിൽ ചോദ്യത്തിന്റെ സ്കോപ്പ് അനുസരിച്ച്. എസ്ഐ 15 മാർക്ക് ആയതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2.5-3 പുറം അവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പ്രസന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ചോദ്യത്തിലെ ഏത് തരത്തിലുള്ള ചോദ്യമാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള പ്രസന്റേഷൻ. അതല്ലാണ്ട് നിങ്ങൾ ഭാരതീയറിൽ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതുപോലെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻ ടൈമിൽ ഫിനിഷ് ചെയ്യാൻ സാധിക്കില്ല. 3 hours കൊണ്ട് ഇത്ര ചോദ്യങ്ങൾ എഴുതി അവസാനിക്കണ്ടേ? മനസ്സിലാവുണ്ടോ? ഒരുപാട് എഴുതാനുണ്ട്. ഇപ്പൊ 5 മാർക്സിന്റെ കേസിലോട്ട് പോകുമ്പോൾ PG MCOMനാണെങ്കിൽ 10 ചോദ്യത്തിൽ 6 എഴുതണം, അത്യാവശ്യം എഴുതാണ്ട്. 2 മാർക്സിന്റെ ആണെങ്കിലും SC ആണെങ്കിലും അപ്പോൾ മൊത്തം എഴുതി കഴിയണ്ടേ? അപ്പോൾ ഓരോന്നിനും ഇത്ര ടൈം നിങ്ങൾ മാറ്റി വെച്ച് മാത്രം എഴുതി അവസാനിപ്പിക്കുക. കറക്റ്റ് ടൈമിന് കാര്യങ്ങളൊക്കെ കഴിയണമെങ്കിൽ ടൈം മാനേജ്മെന്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് അവിടെ നമ്മൾ കൊടുത്തിരിക്കണം. 2 SAക്ക് നിങ്ങൾ മാക്സിമം 1 മണിക്കൂർ, 5 മാർക്സിന്റെ ചോദ്യങ്ങൾക്ക് ഏകദേശം ഈ പറഞ്ഞ പോലെ 1 മണിക്കൂറിൽ കൂടുതൽ വേണ്ടതായിട്ട് വരും. 2 മാർക്സ് ഏറ്റവും കുറച്ച് സമയം കൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു 35-40 മിനിറ്റിനുള്ളിലൊക്കെ അവസാനിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുക. അങ്ങനെ ഒരു ഐഡിയയില് പ്രസന്റ് ചെയ്താൽ മാത്രമേ 3 മണിക്കൂർ കൊണ്ട് എല്ലാ ചോദ്യങ്ങളും ആൻസർ ചെയ്ത് ഹൈ മാർക്സിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് കുട്ടികളെ ചോദിച്ചൊരു ചോദ്യമാണ് വലിച്ചു വാരി എഴുതണമെന്നുള്ളത്. അപ്പോൾ വലിച്ചു വാരിയിട്ടല്ല എഴുതണ്ടേ, ചോദ്യത്തിന്റെ സ്കോപ്പ് അനുസരിച്ച് എന്താണ് ചോദിച്ചത് അതനുസരിച്ച് എഴുതാം. 2 മാർക്സ് ആണെങ്കിൽ അങ്ങനെ, ഷോർട്ട് ആൻസർ ആണെങ്കിൽ അങ്ങനെ. നിങ്ങൾ ഇതിനേക്കാൾ മുമ്പുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ വെച്ച് കമ്പയർ ചെയ്യണ്ട. അപ്പോൾ എന്ത് ഡൗട്ടാണെങ്കിലും കമന്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.